ഇപ്പോൾ സ്വർണം വാങ്ങണോ അതോ കാത്തിരുന്ന് സ്വർണം വാങ്ങണോ? നമ്മുടെ നാട്ടിൽ പല ആൾക്കാർക്കുള്ള വലിയൊരു സംശയമാണിത്. ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വന്നു കഴിഞ്ഞാൽ, പോലെ കുറി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്ഥലം വിറ്റിട്ടോ ഒക്കെ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഇതൊരു വലിയൊരു കൺഫ്യൂഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കുറച്ച് നാളുകളായിട്ട് സ്വർണ്ണവില ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സ്വർണ്ണവില കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് വീണ്ടും കൺഫ്യൂഷനായി, ഇനിയും സ്വർണ്ണവില കുറയോ എന്നുള്ളൊരു ഭയം അവരുടെ മനസ്സിനുള്ളിലുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാലാകാലങ്ങളായിട്ട് സ്വർണ്ണവിലയിൽ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അൾട്ടിമേറ്റ് നമ്മുടെ റിസൾട്ട് നോക്കുമ്പോൾ റേറ്റ് നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അതിനൊരു മാറ്റം 6 മാസം മുൻപ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അന്നത്തെ സ്വർണ്ണവിലയാണോ ഇന്നത്തെ സ്വർണ്ണവില, എത്ര രൂപ മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങളുടെ കയ്യിൽ എന്നാണോ പൈസ വരുന്നത് ആ സമയത്ത് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും സ്വർണം വാങ്ങിച്ചു വെച്ചോ. അതിലൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. പക്ഷേ അത് ലോങ് ടേമിലേക്ക് ആയിരിക്കണം എന്ന് മാത്രം. നിങ്ങൾ ഇന്ന് പൈസ നമ്മുടെ കയ്യിൽ കിട്ടി, നാളെ പോയിട്ട് സ്വർണം വാങ്ങിച്ചു വെച്ചു, അത് കഴിഞ്ഞ് അതിൻ്റെ ലാഭം മറ്റന്നാൾ എനിക്ക് വേണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും കിട്ടില്ല. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ സ്വർണം മേടിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. നേരെ മറിച്ച് ഒരു 6 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ കാത്തിരിക്കാൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് സ്വർണം വാങ്ങിച്ചു വെച്ചോ. ഒരു കൺഫ്യൂഷനും വേണ്ട, റേറ്റ് തീർച്ചയായിട്ടും കൂടുന്നതാണ്.